ഹലോ ഗൈസ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി 8 മണിയായി. സോ ഞാൻ ഇങ്ങനെ റീല് കണ്ട് നടന്നപ്പോഴത്തേക്കും ക്രോസാന്റിനകത്ത് മാഗ്നം ഐസ്ക്രീം വെച്ചിട്ട് എല്ലാവരും കഴിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ക്രേവിങ്സ് ഇത് പറ്റാണ്ട് നമ്മളിപ്പോൾ അസ്ഥയിൽ നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ വൈറലായിട്ടുള്ള മാഗ്നം ഐസ്ക്രീം ട്രൈ ചെയ്യാൻ വേണ്ടി വന്നിട്ടാണ്. ഇവിടെ എവിടെയാണ് മാഗ്നം ഐസ്ക്രീം? നമുക്ക് ലെറ്റ്സ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. നമ്മൾ മാഗ്നം ഐസ്ക്രീമിൻ്റെ ഇതിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ട്രൈ ചെയ്യാൻ പോവുകയാണ്. എന്റെ ക്രോസാന്റെ കയറിപ്പോയി. എന്നിട്ട് കേറണില്ല. എന്നിട്ട് കേറണ മുന്നേ അത് കുത്തിപ്പോയി. അത് കേറാനില്ലല്ലോ. ഇങ്ങോട്ട് ഞാൻ എന്ത് കറക്റ്റ് ആയിട്ട് വന്നൂടാ. എന്റെ സ്റ്റിക്ക് എടുത്ത് കൈ പിടിച്ചേക്കുന്നു. നീ സ്റ്റിക്കോടെ കഴിക്കാദ്യം. ഇങ്ങനെ ഇതിനകത്ത് ഫുള്ളാക്കിയ ഓക്കെ. ചീസ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്തോ തന്നെ ടേസ്റ്റ് എന്നറിയാമോ? ഐസ്ക്രീം സാൻഡ്വിച്ച് വൈബുണ്ട്. ഐസ്ക്രീം സാൻഡ്വിച്ചിന്റെ ടേസ്റ്റാണ് എനിക്ക് തോന്നുന്നത്. ആക്ച്വലി കോമ്പിനേഷൻ അടിപൊളി. ഇത്ര നല്ലൊരു അല്ല, ഇത്ര ഭയങ്കര ഭാഗമാണെന്ന് വെച്ചല്ല, പക്ഷെ ഭയങ്കര റിച്ച്നെസ് ഭയങ്കര അല്ലേ. കഴിച്ചു വന്നപ്പോ കൊള്ളാടാ. അതോട് കേറ്റാൻ കുറച്ച് പാടായിരുന്നെങ്കിലും അയ്യോ എടാ, മിഡിലെത്തുമ്പോഴേ നമ്മൾ ബിസ്കഫ് ക്രോസാന്റ് മേടിച്ചതുകൊണ്ട് മിഡിലെത്തുമ്പോ ബിസ്കഫ് ആണ് സൂപ്പർ. ആക്ച്വലി നല്ല ക്വാളിറ്റി ക്രോസാന്റിൽ ട്രൈ ചെയ്താൽ അതിന്റെ പെർഫെക്റ്റ്നെസ് കിട്ടുള്ളൂ. ബിസ്കഫ് നമുക്ക് മൊത്തം ഇടുന്നടാ. എവിടെയോ കഴിച്ചിട്ടുള്ള ടേസ്റ്റ്. ഇത് ബിസ്കഫ് ക്രോസാന്റ് ആയതുകൊണ്ടാണോ ഈ ടേസ്റ്റ് എന്ന് എനിക്ക് അറിഞ്ഞുള്ളൂ. പെനിയുടെ ബിസ്കഫ് ഐസ്ക്രീം അറിയാമോ? ആ ബിസ്കഫിന്റെ കൂടെ ഈ ഐസ്ക്രീം വന്നപ്പോ ആ ഒരു വൈബില്ലേ. ആക്ച്വലി നമ്മുടെ ക്രോസാന്റ് ആണ് മെയിൻ. ഞങ്ങൾ ഈ ക്രോസാന്റ് ഫിനിഷ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഈ ലൈക്ക് ക്രോസാന്റിന്റെ നമ്മുടെ മാഗ്നം ഐസ്ക്രീമിന്റെ സംഭവം ഡു ട്രൈ ഇറ്റ്. പക്ഷെ ഞാൻ പറയും ക്രോസാന്റ് വീട്ടിലുള്ള വാങ്ങിച്ചിട്ടേ കാര്യമുള്ളൂ. നല്ല ക്വാളിറ്റി ക്രോസാന്റിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങളത് ഫിനിഷ് ചെയ്യട്ടെ. നിങ്ങൾ ട്രൈ ചെയ്യാം. ഓക്കെ, ബൈ.